ഷംസീർ പറയേണ്ടത്, കാരണം ഇവിടെ ഇപ്പോൾ LDF ആയി UDF ആയി അൻവറായി. ഷംസീർ, ഇനി ആര് ജയിച്ചാലും തോറ്റാലും ഒരു വലിയ ആഘോഷ പ്രകടനം നമുക്ക് കാണേണ്ടി വരും. അതിപ്പോൾ UDF ആയാൽ അവർക്ക് UDF-നെ സംബന്ധിച്ചിടത്തോളം ഈ ജയമുണ്ടാക്കാൻ പോകുന്ന ആഘോഷം ചെറുതല്ല. LDF-നും അതിന് മുകളിലാണ്. ഇനിയിപ്പോൾ അൻവറാണെങ്കിൽ അതിനൊക്കെ മുകളിലാണ്. അതുകൊണ്ട് ഇവരുടെയൊക്കെ ആഘോഷ പ്രകടനങ്ങൾ എങ്ങനെയായിരിക്കും ഷംസീർ? അതിനൊക്കെ ഏതെങ്കിലും ഭാഗങ്ങൾ തിരിച്ചു നൽകാൻ സാധ്യതയില്ല എങ്കിൽ കൂടിയും ഈ ആഘോഷ പ്രകടനങ്ങളുടെ ഒരു സെൻട്രൽ പോയിന്റ് ഈ മൂന്ന് മുന്നണികളുടെ എവിടെയായിരിക്കാനാണ് സാധ്യത? ഇന്നിപ്പോൾ അവിടെ ഈ മടക്കോള് ആഘോഷ പ്രകടനങ്ങൾ ഏതെങ്കിലും തരത്തിലൊക്കെ ബാധിക്കാനിടയുണ്ടോ? സേഫു, മഴയൊന്നും ഇന്നത്തെ ആഘോഷത്തെ ഒരു നിലയ്ക്കും ബാധിക്കില്ല എന്ന് ഉറപ്പാണ്. പക്ഷേ ഇന്ന് ആരാഘോഷിക്കും എന്ന കാര്യത്തിൽ ആർക്കും ഒരു നിശ്ചയമില്ല എന്നുള്ളതാണ് സത്യം. ആദ്യം ഈ വോട്ടെണ്ണൽ തുടങ്ങുന്ന സമയത്ത് അതിനുശേഷമൊക്കെ ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പരിസരത്ത് പ്രവർത്തകർ തടിച്ചുകൂടും. അവരുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയും മുന്നണിക്ക് വേണ്ടിയൊക്കെ മുദ്രാവാക്യം ഉയർത്തും. അത് ഏത് സ്ഥാനാർത്ഥിക്കും മുന്നണിക്കും വേണ്ടിയായിരിക്കും മുദ്രാവാക്യം ഉയർന്നു തുടങ്ങുക, ആർക്കായിരിക്കും ആദ്യത്തെ ട്രെൻഡ് ഉണ്ടായി തുടങ്ങുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ഈ ഘട്ടത്തിൽ നേരത്തെ ഇപ്പോൾ സേഫു ആണെങ്കിലും ഷബീറും അസ്ലം ഒക്കെ പറഞ്ഞു അവരുടെ ഓരോ മുന്നണികളുടെയും പ്രതീക്ഷകൾ. പക്ഷേ ഈ പ്രതീക്ഷകളൊക്കെ വോട്ടായി മാറുമോ എന്ന വലിയ ചോദ്യം ബാക്കിയാകുന്നുണ്ട്. ഇങ്ങനെ ചോദ്യം ബാക്കിയാകാൻ കാര്യം അത് PV അൻവർ എന്ന സാന്നിധ്യം തന്നെയാണ് എന്നുള്ളതാണ് കാര്യം. നമുക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ LDF-ന്റെ ശക്തി കേന്ദ്രങ്ങളുണ്ട്, UDF-ന്റെ ശക്തി കേന്ദ്രങ്ങളുണ്ട്. അവിടെ സ്വാഭാവികമായി അവരുടെ വോട്ടുകൾ പെട്ടിയിൽ വീഴും എന്നുറപ്പാണ്. ഇവിടെ PV അൻവർ എത്ര വോട്ട് കയ്യിലാക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി മാറുന്നത്. മറ്റൊന്ന് നമുക്കറിയാം, ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ വോട്ടിംഗ് ശതമാനം നന്നേ കുറയുന്നുണ്ടായിരുന്നു. പ്രിയങ്ക ഗാന്ധി മത്സരിച്ചപ്പോൾ പോലും ഉപതെരഞ്ഞെടുപ്പിനോട് മന്ദഗതിയിലായിരുന്നു പ്രതികരണം. അത് പ്രിയങ്ക ജയിക്കുമെന്നുള്ള വിശ്വാസത്തിന് പുറത്ത് UDF വോട്ടുകൾ വീഴാതെ ഇരുന്നതാകാം. എന്നിട്ടും UDF വിലയിരുത്തിയത് ഒരു 2 ലക്ഷം ഭൂരിപക്ഷം അല്ലെങ്കിൽ ഭൂരിപക്ഷം കുറയും എന്നൊക്കെയായിരുന്നു. പക്ഷേ UDF-ന് തന്നെ ഞെട്ടിച്ചുകൊണ്ട് 4 ലക്ഷത്തിന് മുകളിലേക്ക് ഭൂരിപക്ഷം പോകുന്നതുകൊണ്ട് അപ്പോൾ ഈ വിലയിരുത്തലുകളിലൊന്നും വലിയ കാര്യമുണ്ട് എന്ന് പറയാൻ കഴിയില്ല. ഒപ്പം തന്നെയാണ് PV അൻവർ എന്ന ഫാക്ടർ. മറ്റൊന്ന് പ്രധാനമായി നമ്മൾ കാണേണ്ടത്, ഈ തെരഞ്ഞെടുപ്പിൽ സ്ത്രീകൾ കാര്യമായി തന്നെ വോട്ട് ചെയ്തിട്ടുണ്ട്. കാര്യമായി എന്ന് പറഞ്ഞാൽ ഈ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ പ്രൊപ്പോർഷനേറ്റ് കണക്കിനപ്പുറത്തേക്ക് സ്ത്രീകൾ വന്ന് വോട്ട് ചെയ്തിട്ടുണ്ട്. ഈ മണ്ഡലത്തിൽ പുരുഷന്മാരും സ്ത്രീകളും തമ്മിലുള്ള വോട്ടേഴ്സിലെ വ്യത്യാസം എന്ന് പറയുന്നത് 5521 വോട്ടേഴ്സാണ്. അതായത് പുരുഷ വോട്ടർമാരേക്കാൾ 5521 സ്ത്രീ വോട്ടർമാർ ഇവിടെ അധികമുണ്ട്. എന്നാൽ അധികമായി വോട്ട് ചെയ്ത സ്ത്രീകളുടെ എണ്ണം എന്ന് പറയുന്നത് 12651. അതായത് പുരുഷ വോട്ടർമാരേക്കാൾ 12651 സ്ത്രീ വോട്ടർമാർ വന്ന് വോട്ട് ചെയ്തിട്ടുണ്ട്. ഈ സ്ത്രീകളൊക്കെ ആർക്ക് വോട്ട് ചെയ്തു എന്ന് അതൊരു ട്രെൻഡിന്റെ ഭാഗമായാണ് സ്ത്രീകൾ അങ്ങനെ വന്ന് വോട്ട് ചെയ്തതെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ഒന്നുകിൽ ഭരണവിരുദ്ധ വികാരമാകാം, അല്ലെങ്കിൽ അത് PV അൻവറിനുള്ള സഹതാപം ആകാം എന്നുള്ള സാധ്യതയുണ്ട്. അതിൽ ആദ്യത്തേത് ഭരണവിരുദ്ധ വികാരം എന്നത് നമ്മൾ ഈ ഫീൽഡിലൊന്നും ഇറങ്ങി വോട്ടേഴ്സിനോട് ചോദിക്കുമ്പോൾ അത്ര വലിയ ഭരണവിരുദ്ധ വികാരത്തിന്റെ പ്രതികരണം നമുക്ക് ലഭിച്ചിരുന്നില്ല. 1. 2, അത് PV അൻവറിന്റെ സഹതാപം എന്ന് പറയുമ്പോൾ PV അൻവർ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഞാൻ ഉണ്ടാവില്ല എന്നും താൻ TP ചന്ദ്രശേഖരന്റെ അവസ്ഥയാകും തനിക്കെന്നും തന്നെ വെട്ടുവീഴ്ത്തുമെന്നുമൊക്കെയുള്ള സഹതാപത്തിന്റെ രീതിയിലുള്ള വോട്ട് തേടൽ കൂടി PV അൻവറിന്റെ ഭാഗത്ത് നിന്ന് വാർത്താ സമ്മേളനങ്ങളിലും അല്ലാതെ വോട്ടേഴ്സിനെ കണ്ട്, പ്രത്യേകിച്ച് സ്ത്രീകളെ കണ്ടൊക്കെ വോട്ട് ചോദിക്കുമ്പോൾ ആ തരത്തിലുള്ള വോട്ട് ചോദിക്കലുണ്ടായിരുന്നു. അപ്പോൾ സ്ത്രീകൾ ഏതെങ്കിലും തരത്തിൽ PV അൻവറിന് അനുകൂലമായി വോട്ട് ചെയ്ത് തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ അവിടെ ബാക്കിയാകുന്നുണ്ട്. അപ്പോൾ പ്രവചിക്കാൻ കഴിയാത്തൊരു തെരഞ്ഞെടുപ്പ് ഫലമായി ഇന്നത്തെ ഈ ദിവസം മാറും എന്നുള്ളത് ഉറപ്പാണ്. പ്രത്യേകിച്ച് നിലമ്പൂർ, ഇപ്പോൾ സേഫ് പറഞ്ഞു ആഘോഷത്തിൻ്റെ കാര്യമൊക്കെ. ഇപ്പോൾ നിലമ്പൂർ ജയിക്കുക എന്ന് പറഞ്ഞാൽ അത് പലർക്കും അവരുടെ അഭിമാന പ്രശ്നം കൂടിയായി മാറുന്ന തെരഞ്ഞെടുപ്പാണ്. ഇപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിൻ്റെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സെമി ഫൈനലായി വിശേഷിപ്പിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ UDF വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചാൽ അത് VD സതീശനുള്ള അംഗീകാരം കൂടിയായി മാറും. നേരെ മറിച്ച് ചെറിയ ഭൂരിപക്ഷത്തിലാണ് ഷൗക്കത്തിൻ്റെ ജയമെങ്കിൽ അത് VD സതീശനെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് മുന്നണിയിൽ തന്നെ കാര്യങ്ങൾ മാറും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ UDF-നെ സംബന്ധിച്ചും LDF-നെ സംബന്ധിച്ചും ഇപ്പോൾ മൂന്നാം LDF സർക്കാരിനുള്ള വിലയിരുത്തലാകും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കാഹളമാകുമെന്ന് MV ഗോവിന്ദൻ നേരത്തെ ദേശാഭിമാനിയിൽ ഇതിൽ ലേഖനത്തിലൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ രണ്ട് മുന്നണികളും പ്രധാനമായി മാറുന്നു. ഒപ്പം തന്നെ PV അൻവറിൻ്റെ രാഷ്ട്രീയ ഭാവി നിർണ്ണയിക്കുന്ന തെരഞ്ഞെടുപ്പിൽ PV അൻവറിന് വളരെ നിർണായകമായ തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ PV അൻവറിൻ്റെ അവകാശവാദങ്ങൾ എത്രമേൽ ശരിയാകും എന്നതൊക്കെ നമ്മൾ കാത്തിരിക്കണം. പ്രത്യേകിച്ച് അൻവർ വലിയ കൊട്ടിഘോഷിച്ചുള്ള പ്രചാരണമൊന്നും നടത്തിയില്ല എങ്കിൽ കൂടി ഇപ്പോൾ യൂസുഫ് പട്ടാൻ്റെ അദ്ദേഹത്തെ അണിനിരത്തിക്കൊണ്ടുള്ള ആ ഘോഷയാത്രയിലാണ് നമ്മൾ PV അൻവറിന് ഗ്രൗണ്ടിൽ വലിയ സപ്പോർട്ടുണ്ട് എന്ന് പുറമേക്ക് മനസ്സിലാക്കിയത്. ഇപ്പോൾ നമ്മൾ ഈ ഗ്രൗണ്ടിൽ നിന്ന് പലപ്പോഴും വോട്ടേഴ്സിനെ കാണുമ്പോൾ PV അൻവർ പുറത്തേക്കില്ലെങ്കിലും താഴെത്തട്ടിൽ നന്നായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് വോട്ടേഴ്സ് നമ്മോട് പറഞ്ഞിരുന്നു. ഇപ്പോൾ ഈ മൂത്തേടം ഭാഗത്ത്, അതുപോലെ എടക്കര, വഴിക്കടവ് ഭാഗത്തൊക്കെ നന്നായി അതിൻ്റെ ഒരു സ്വാധീനമുണ്ടെന്ന് നമുക്ക് വ്യക്തമായിരുന്നു. മറ്റൊരു കാര്യം കൂടി പ്രധാനമായി പറയണം, അത്
ഈ മുന്നണികളുടെ വോട്ടിന്റെ കാര്യമാണ്. ഇപ്പോൾ UDF-ന്റെ വോട്ടായാലും LDF-ന്റെ വോട്ടായാലും അവർ ഉറച്ച ആത്മവിശ്വാസത്തിൽ. അപ്പോൾ UDF പറയുന്നത് ഒറ്റക്കെട്ടായി ആണ് ഞങ്ങൾ പ്രവർത്തിച്ചത്, ഒരു നിരക്കുള്ള അടിയൊഴുക്കുണ്ടാവില്ല എന്ന് UDF ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോഴും ചില പോക്കറ്റുകളിലേക്ക് പോകുമ്പോൾ സാധാരണ പാർട്ടി, അപ്പോൾ ഏത് പാർട്ടിക്കാരെന്നുള്ളത്, അപ്പോൾ കോൺഗ്രസ് ആണെങ്കിലും ലീഗുകാരാണെങ്കിലും ഒക്കെ ഞങ്ങൾ പ്രത്യക്ഷത്തിൽ UDF-ന് കൂടെയാണ്. വോട്ട് അൻവറിനാകുമെന്ന് പറഞ്ഞ UDF-കാരുണ്ട്, ഇടതുപക്ഷക്കാരുമുണ്ട്. ഇപ്പോൾ CPM-കാരായ സഖാക്കളായ ആളുകളോട് സംസാരിക്കുമ്പോൾ അൻവറുമായുള്ള ബന്ധം എന്ന് പറയുമ്പോൾ 9 വർഷം ഇവിടെ MLA ആയിരുന്ന വ്യക്തിയാണ് അൻവർ എന്നുള്ള യാഥാർത്ഥ്യം നിൽക്കുന്നുണ്ട്. പല വികസന പ്രവർത്തനങ്ങൾ ഈ പ്രചാരണ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ഭരണവിരുദ്ധ വികാരം വലിയ തോതിൽ പ്രതിഫലിച്ചില്ല എന്ന് പറയുന്ന പോലെ തന്നെയാണ് PV അൻവർ 9 വർഷം കൊണ്ട് ഇവിടെ ഒന്നും ചെയ്തില്ല എന്നോ വികസന മുരടിപ്പുണ്ടായോ എന്നോ ഒരു വേസ്റ്റ് ആയ MLA ആയിരുന്നു അൻവർ എന്നോ ആരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വികസന പ്രശ്നം അൻവറിൻ്റെ കാര്യത്തിലും ആരും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അൻവറിനോടൊരു ഒരു അനുഭാവപൂർണ്ണമായ സമീപനം പലയിടത്തും നമ്മൾ നിഷ്പക്ഷ വോട്ടുകളിൽ കണ്ടു. UDF LDF വോട്ടുകളിലും ആ തരത്തിൽ പുറത്തേക്ക് നമ്മൾ LDF ആണെന്നും UDF ആണെന്നും പറയും. നിങ്ങൾ മൈക്ക് വെച്ചാൽ ഞങ്ങൾ പറയുക UDF-ന് വോട്ട് ചെയ്യുമെന്നാണെങ്കിൽ LDF-ന് വോട്ട് ചെയ്യുമെന്നാണ്. അത്യന്തം ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ആളുകളാണ്